നാളെ ഫെബ്രുവരി 14. ഒരു നേർത്ത ചിരി വന്ന് തൊട്ടുപോയോ? ചുവന്ന റോസാപ്പൂക്കൾ, ഒരു ഗാനശകലം, ഗ്രീറ്റിംഗ് കാർഡിലെ പ്രണയാർദ്രമായ വരികൾ. അതെ, നാളെ വാലന്റൈൻസ് ഡേ ആണ്, പ്രണയദിനം. പ്രണയിക്കാൻ ഒരു ദിവസം മതിയോ? അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിൽ ഒതുക്കേണ്ടതാണോ പ്രണയം? ഇനി അതുമല്ലെങ്കിൽ ഈ ദിവസം ആഘോഷിക്കാത്തവർ പ്രണയിക്കുന്നില്ലേ? ഇങ്ങനെ പല അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുള്ളതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. അതിയായ സ്നേഹത്തോടെ എല്ലാവർക്കും കടുപ്പത്തിലൊരു കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ ഒന്ന് മെൻഷൻ ചെയ്യാതെ പോകുന്നത് ശരിയല്ല. ഫെബ്രുവരി 13 ഭാരതത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെട്ട ശ്രീമതി സരോജിനി നായിഡുവിന്റെ ജന്മദിവസമാണ്. നാഷണൽ വിമൻസ് ഡേ ആയാണ് ഫെബ്രുവരി 13 ആചരിക്കുന്നത്. എല്ലാ ആകാശവും സ്ത്രീക്കും പുരുഷനും ഒരുപോലെയാണ് എന്ന് പറയുന്ന ജെൻഡർ ഈക്വാലിറ്റിയുടെ ഇക്കാലത്തും സ്ത്രീകൾക്ക് മാത്രമായി ഒരു ദിവസം ആചരിക്കുന്നതിൽ ഒരു ലോജിക്കില്ലായ്മ തോന്നാറുണ്ട്. മാറിയ കാലത്തും പല പഴയ ചിന്തകളും മാറാതെ നിൽക്കുന്നത് പോലെ. ഫെബ്രുവരി 13 മറ്റൊരു പ്രത്യേകത ഇന്ന് ലോക റേഡിയോ ദിനം ആണ് എന്നതാണ്. ആർക്കും തുറന്ന് സംസാരിക്കാനും കേൾക്കാനുമുള്ള ഒരു അരങ്ങ്. സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ മികച്ച പങ്കുവഹിക്കുന്ന റേഡിയോ കാഴ്ച പരിമിതരുടെ ഉൾക്കണ്ണ് എന്നാണ് അറിയപ്പെടുന്നത്. ഭീമാകാരനായ റേഡിയോ സെറ്റിൽ തുടങ്ങി ഇന്നിപ്പോൾ നമ്മളുടെ കൈവെള്ളയിൽ ഇരിക്കുന്ന മൊബൈലിലെ ആപ്ലിക്കേഷൻ വഴി എല്ലാവരിലേക്കും എത്തിച്ചേരുന്ന റേഡിയോ ഗ്ലോബൽ ലെവലിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന മീഡിയ ആണ്. ഇനി നാളത്തെ ദിവസം ഫെബ്രുവരി 14, അതിനു പിറകിലുള്ള കഥയും ചരിത്രവും ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ജയിലറുടെ മകളെ പ്രണയിച്ച് തൂക്കിലേറ്റപ്പെട്ട വാലന്റൈൻ്റെ രക്തസാക്ഷിത്വത്തെ മാനിച്ചുകൊണ്ട് ക്രിസ്ത്യൻ ഫീസ്റ്റായി ആദരിച്ച് ക്രിസ്ത്യൻ ഫീസ്റ്റായി തുടങ്ങിയ ഫെബ്രുവരി 14 പിന്നീട് സാമൂഹികമായും മതപരമായും വ്യാപാരവൽക്കരിക്കപ്പെട്ട ഒരു ആഘോഷമായി ലോകമെമ്പാടും ഇന്ന് ആഘോഷിക്കുന്നു. വാലന്റൈൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം കഥകൾ പ്രചാരത്തിലുണ്ട്. തൂക്കിലേറ്റപ്പെടുന്നതിന് തൊട്ടു മുൻപായി തൻ്റെ പ്രണയിനിക്ക് അയച്ച കത്തിനിടയിൽ യുവർ വാലന്റൈൻ എന്നെഴുതി ഒപ്പിട്ട് വിടപറയൽ നടത്തിയ ഒരു കഥയാണ് 18-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ കേട്ടുവരുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി 14 ആകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാരികകളിലും ഓൺലൈൻ ചാനലുകളിലും നവമാധ്യമങ്ങളിലും ഒക്കെ ഇതൊരു ചർച്ചാ വിഷയമാകാറുണ്ട്. പ്രണയദിനം എന്നത് അതൊരു പതിവാണ്, പതിവുള്ളൊരു ആചാരമാണ്. പ്രണയം, ആഹാ! കാമുകിക്ക് സ്വന്തം ചെവി മുറിച്ചു കൊടുത്ത ഉന്മാദിയായ ആ ചിത്രകാരനെ ഓർമ്മയില്ലേ? ധാന്യ മണികളെ പോലും മുളപ്പിക്കുന്ന ചൈതന്യമായി പ്രണയത്തെ കണ്ട വിൻസെന്റ് വാൻ ഗോഗ്. പ്രായമൊരു നമ്പർ മാത്രമാണെന്ന പരക്കെ അറിയപ്പെടുന്ന ഇക്കാലത്ത് 50കളിലും 60കളിലും ഉള്ളവർ ആക്റ്റീവായി സ്വന്തം താല്പര്യത്തിന് അനുസരിച്ച് എന്തിലും പങ്കെടുക്കുന്നത് പ്രണയമുള്ളത് കൊണ്ട് മാത്രമാണ്. ജീവിതത്തോടുള്ള പ്രണയം. പഠിത്തം മതിയാക്കിയിടാം പ്രാണൻ മേനി വെടിയുന്ന നാൾ. കവിവാക്യത്തെ തിരുത്തി പ്രണയം മതിയാക്കിയിടാം എന്നാക്കാം നമുക്ക്. നമ്മുടെ ചുറ്റും കാണുന്ന എന്തിനോടും ഏതിനോടും നമുക്ക് പ്രണയം തോന്നാം. പ്രണയം എന്നത് ഒരു വ്യക്തിയോട് മാത്രം തോന്നേണ്ട ഒന്നല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് അല്പം കൂടി വിശാലമായ ഒരു തരത്തിൽ അതിനെ ഒന്ന് കണ്ടാലോ? ചാരുതയാർന്ന ഒരു ദൃശ്യം, ഇളം തണുപ്പുള്ള പ്രഭാതങ്ങൾ, കിളിയൊച്ചകൾ, നനുനനുത്ത ചാറ്റൽ മഴയിൽ തുടങ്ങി വിവിധ ഫ്ലേവറുകളുള്ള മഴ, നിലാവ്, നല്ല പാട്ടുകൾ, മനം മയക്കുന്ന നിറങ്ങൾ, സുഖകരമായ ചില ഗന്ധങ്ങൾ, ചില വാക്കുകൾ, എന്തിനേറെ നല്ല ഓർമ്മകളെ പോലും നമുക്ക് പ്രണയിക്കാനാവും. എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രണയം എന്ന വാക്ക് ഇനിയൊരു മനുഷ്യജീവനോട് ബന്ധപ്പെടുത്തി മാത്രമേ ചിന്തിക്കാനാകുന്നുള്ളൂ? സത്യത്തിൽ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടം തോന്നുന്ന പലതും നമുക്കായി പ്രകൃതി നമ്മുടെ ചുറ്റും ഒരുക്കുന്നുണ്ട്. കാണാൻ കഴിയണം എന്ന് മാത്രം. സന്ദർഭവശാൽ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ.
എൻ്റെ വീട്ടുമുറ്റത്തെ മാവുകളും അത് തരുന്ന തണലും ഈ വേനലില് വലിയൊരാശ്വാസമാണ്. രാവിലെ മുതൽ തുടങ്ങുന്ന കിളിപ്പാട്ടുകളും കിളിയൊച്ചകളും. കിളികൾക്ക് കുടിക്കാനായി ദിവസവും 2-3 പാത്രത്തിൽ വെള്ളവും വയ്ക്കാറുണ്ട്. പലപ്പോഴും വീട്ടിനുള്ളിൽ ഫാനിനടിയിൽ ഇരിക്കുന്നതിലും സുഖമാണ് പുറത്തിറങ്ങി പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാറ്റേറ്റ് നിൽക്കാൻ. വെറുതെ ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞ ഒരു ദിവസം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉച്ചയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റത്ത് മാവിൽ നിന്ന് താഴേക്ക് റിബൺ പോലെ ഒന്ന് തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ റിബൺ ഉൾപ്പെട്ട ഉടൽ ഭാഗം എനിക്ക് മുഴുവനായി കാണത്തക്ക രീതിയിൽ താഴത്തെ ഒരു കൊമ്പിൽ വന്നിരുന്നു. എന്തൊരു ഭംഗിയുള്ളൊരു കിളി. തല നല്ല കറുപ്പാണ്, ജെറ്റ് ബ്ലാക്ക് എന്ന് പറയാം. കഴുത്തു മുതൽ താഴേക്ക് തുമ്പപ്പൂ നിറം, 1/2 മീറ്ററോളം നീണ്ട് ഞാന്ന് കിടക്കുന്ന വാൽഭാഗം. ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ജനുസിൽപ്പെട്ട ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന ഭാവത്തിൽ അല്പം കൂടെ താഴേക്ക് പറന്നു വന്ന് മറ്റൊരു കൊമ്പിൽ വന്നിരുന്നു. സത്യത്തിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. ഫോണിലൊന്ന് പകർത്താം എന്ന് കരുതി ഉള്ളിലേക്ക് പോയി ഫോൺ എടുത്തു വന്നപ്പോഴേക്കും ആളുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഇതേത് കിളി എന്ന കൺഫ്യൂഷൻ മാറ്റിയത് പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും എൻ്റെ സുഹൃത്തുമായ NA നസീറാണ്. ഇപ്പോൾ പക്ഷികളുടെ മൈഗ്രേഷൻ കാലമായതുകൊണ്ട് പലതരത്തിലുള്ള ഇത്തരം കിളികൾ കേരളത്തിന്റെ പല ഭാഗത്തും കാണപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കഥാനായകനെ കുറിച്ച് ഒരു ചെറിയ ക്ലാസ് തന്നെ എടുത്തു തന്നു. ഞാൻ യാദൃച്ഛികമായി കണ്ട ആൾ ചില്ലറക്കാരനല്ല. നാഗമോഹൻ എന്ന കിടിലൻ പേരുമായി ആദ്യ കാഴ്ചയിൽ തന്നെ എന്നെ വീഴ്ച കക്ഷിയെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ എന്നാണ്. പറക്കുന്ന ഷഡ്പദങ്ങളെ വായുവിൽ വെച്ച് തന്നെ പറന്നു പിടിച്ച് ഭക്ഷണമാക്കുന്ന വിദ്വാൻ. പൂവന്മാർ 2 നിറത്തിൽ, ഇതിലെ പൂവന്മാർ 2 നിറത്തിൽ കാണപ്പെടുമ്പോൾ പിടകൾക്ക് ഒരൊറ്റ നിറമേ ഉള്ളൂ. ചെമ്പിച്ച തവിട്ട് നിറത്തിൽ കാണുന്ന പിടകൾ ശരീരത്തിനടിയിൽ തൊണ്ടയിൽ ചാര നിറത്തിൽ തുടങ്ങി പിന്നിലേക്ക് വെള്ള നിറം കൂടുതലായി കാണുന്നു. എൻ്റെ അടുത്ത കൂട്ടുകാരിയും അയൽ വീട്ടുകാരിയുമായ ലേഖ ഒരു മികച്ച പക്ഷി നിരീക്ഷകയാണ്. സാധാരണ കിളികളുടെയൊക്കെ പേരും ജാതകവും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നത് അവിടെ നിന്നാണ്. ഏത് കിളിയുടെ ലക്ഷണങ്ങൾ പറഞ്ഞാലും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവയുടെ ശാസ്ത്രനാമവും പേരുമൊക്കെ ലേഖ പറഞ്ഞു തരും. അതൊരു കഴിവാണ്. നാഗമോഹനെ കണ്ട കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് മുൻപൊക്കെ എല്ലാ വർഷവും ഇവിടെ വന്നിരുന്നതാണ്, പൂവനും പിടയും കാണാറുണ്ട്, ഇപ്പോൾ കുറച്ചു നാളായി കാണാറില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇപ്പോഴാണ് ആദ്യമായി കാണുന്നതും ഇങ്ങനെ ഒരു പക്ഷിയെക്കുറിച്ച് അറിയുന്നതും. ഹിമാലയത്തിൽ നിന്നും ഈ സീസണിൽ ഇവിടെ കേരളത്തിലെത്തുന്ന നാഗമോഹൻ എനിക്ക് ഒരു ഞൊടി ദർശനം തന്നപ്പോൾ ഞാൻ ആ കാഴ്ചയിൽ മുഗ്ധയായി എന്ന് ആലങ്കാരികമായി പറയാനാവും. ബി മൈ വാലന്റൈൻ എന്ന് പറയാനുള്ള സമയം കിട്ടിയില്ല എന്ന് മാത്രം. ഏറ്റവും ഉന്നതമായ വികാരങ്ങളിലൊന്നാണ് പ്രണയം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കലും അത് ഒരാളോടാവണം എന്നേ ഇല്ല. അതെപ്പോൾ വേണമെങ്കിലും ആർക്കു വേണമെങ്കിലും എന്തിനോടും ഉണ്ടാവാം. എല്ലാവർക്കും പ്രണയിക്കാനായി പ്രണയിക്കാവുന്ന ഒരാളുണ്ട് എന്നത് പ്രത്യേകം ഈ ദിവസം എടുത്തു പറയട്ടെ. നമ്മോടൊപ്പം എപ്പോഴും എന്നും ഉണ്ടാവും എന്ന് നമുക്കുറപ്പുള്ള, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ. കണ്ണാടിയിൽ നിന്ന് അതിയായ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നമ്മളെ നോക്കുന്ന നമ്മുടെ പ്രതിബിംബമാണത്. കൂടുതൽ നന്നായി സ്വയം പ്രണയിക്കാൻ, ചുറ്റുമുള്ള പ്രിയ കാര്യങ്ങളെ പ്രണയിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ബി മൈ വാലന്റൈൻ എന്ന് നമ്മെ ആനന്ദിപ്പിക്കുന്ന എന്തിനോടും പറയാൻ സാധിക്കട്ടെ. ജീവിതത്തിൽ ഹാപ്പിനെസ് ഈസ് വാട്ട് മാറ്റേഴ്സ്. അത് മറ്റാർക്കും വേണ്ടിയല്ല, മറ്റാരുടെയുമല്ല. ഈ മനോഹരമായ ഭൂമിയിൽ അനുവദിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് പ്രണയികളായി തന്നെ തുടരാം. ഞാനൊക്കെ 80കളുടെ അവസാനത്തിൽ കോളേജ് ജീവിതം ആസ്വദിച്ച ആളാണ്. ആ ഒരു തലമുറയാണ്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ദിനമാണ് എന്നതൊന്നും അന്ന് ഞാൻ പഠിച്ചെടുത്ത് എത്തിയിട്ടേയില്ല. അതുകൊണ്ട് തന്നെ കിട്ടാതെ പോയ ചുവന്ന റോസാപ്പൂക്കളെയും സമ്മാനങ്ങളെയും ചോക്ലേറ്റുകളെയും ഒക്കെ പോട്ടെ എന്നൊരു ചെറുചിരിയോടെ വെച്ച് നല്ല നിമിഷങ്ങളെ ചേർത്ത് വെച്ച് കൂടുതൽ ഇനിയും നന്നായി ജീവിതത്തെ പ്രണയിക്കും എന്ന ഉറപ്പോടെ എന്നെ കേൾക്കാൻ കടുപ്പത്തിലൊരു കഥയിലെത്തുന്ന എല്ലാവർക്കും നല്ലൊരു പ്രണയദിനം ആശംസിക്കുന്നു.